ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. രാവിലെ ഇന്നലെ ഗുഡ് രാത്രി മോർണിംഗ്. ഒരു ഉണർവില്ലല്ലോ. നല്ല ഒരു ഉള്ള ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഒക്കെ മതി. അത് കാരണം പറഞ്ഞാൽ രാത്രി മതിയല്ലോ. മുന്നേ ഇരുന്ന് പണിയെടുത്തേച്ച് രാവിലെ വലിയ ഗുഡ് മോർണിംഗ് ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഇപ്പം ചെയ്യാൻ പോകുന്നത് എന്നാന്ന് ചോദിച്ചാൽ പെട്ടെന്ന് വിഷയത്തിലേക്ക് വരാം. ഒരു AS21 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആംപ്ലിഫയർ ഉണ്ടല്ലോ. ഈ ആംപ്ലിഫയർ ഇതിപ്പോൾ ഒരാൾക്ക് വേണ്ടി ഞാനിപ്പോൾ അസംബിൾ ചെയ്ത്, ഇതൊക്കെ ഓരോരുത്തർക്ക് ഓർഡർ അനുസരിച്ച് അസംബിൾ ചെയ്തിരിക്കുന്ന ഇത് AS21 കോഡ് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇതിന് 3 പിന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പവർ സപ്ലൈ ഇച്ചിരി കൂടിയ പവർ സപ്ലൈ ആണ്. 38 വോൾട്ട് വരെ കൊടുക്കാവുന്ന പവർ സപ്ലൈ ആണ്. ഇതിന് എർത്തും കൂടെ ഉണ്ട് ഇതിൻ്റെ പവർ സപ്ലൈക്ക്. അപ്പോൾ ഇതിന് 3 കോർ വയർ തന്നെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. ഷോക്ക് അടിക്കുകയല്ല, നമ്മൾ കവറിലാണ് പവർ സപ്ലൈ പോയി പിടിച്ചാൽ. ഒരാൾ ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ സംഗതിയെല്ലാം ഞാനാണ് അയച്ചു കൊടുത്താൽ സംഗതിയെല്ലാം അടിപൊളി വർക്കിംഗ് ആണ്, പക്ഷേ ആ ഹീറ്റ് സിങ്ക പോയി പിടിക്കുമ്പോൾ ഷോക്ക് അടിക്കുന്നത്. ഹീറ്റ് സിങ്കയിൽ എന്തിനാണ് പിടിക്കാൻ പോകുന്നത്? ഹീറ്റ് സിങ്ക് ഈ കവറിനകത്തല്ലേ ഇരിക്കുന്നത്, അത് പിടിക്കാൻ പോകണ്ട. ഇനി അത് പിടിച്ചേ അടങ്ങുമെന്നുണ്ടെങ്കിൽ ഇത് കൂട്ട് എന്നാ കോറ് കൊടുക്കുക, അതായത് 3 കോർ എർത്തൂടെ കൊടുക്കുക. അപ്പോൾ ഹീറ്റ് സിങ്ക വരുന്ന സ്റ്റാറ്റിക് കറണ്ട്, സർജ് കറണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എർത്തായി പൊക്കോളും. പിന്നെ ഇതിന് ഞാൻ സാധാരണ ഇല്ലാത്ത ഒരു വയറും കൂടെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇതെൻ്റെ സബ്സ്ക്രൈബറിൻ്റെ അല്ല എൻ്റെ കസ്റ്റമറുടെ ആവശ്യമനുസരിച്ച് ആവശ്യമനുസരിച്ച് പുറത്തേക്ക് ഇട്ടിരിക്കുന്നതാണ്. ഇത് 12 വോൾട്ടാണ്. 12 വോൾട്ട് 8 ആമ്പിയർ വരെ കിട്ടുന്ന ഒരു സപ്ലൈ ആണ്. അദ്ദേഹത്തിന് LED കൊടുക്കാൻ വേണ്ടി ഞാൻ ഇട്ടിരിക്കുന്നതാണ്. അതായത് റൂമിൽ പാട്ട് വെക്കുമ്പോൾ ഔട്ട്പുട്ട് അനുസരിച്ച് സ്പെക്ട്രം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു 12 വോൾട്ട് സപ്ലൈ വേണം. അപ്പോൾ അതിന് വേറെ അഡാപ്റ്ററല്ല. പുള്ളി ബുദ്ധിമാനാണ്. പുള്ളി എന്നോട് പറഞ്ഞൊരു 12 വോൾട്ട് സപ്ലൈ കൂടെ തരുമോ? അപ്പോൾ ഞാൻ ഇതിനകത്ത് 12 വോൾട്ടും 38 വോൾട്ടുമാണ് ഇതിനകത്തുള്ള സപ്ലൈ. അപ്പോൾ 38 വോൾട്ട് നമ്മൾ ഇതിലോട്ടും കൊടുത്തു, 12 വോൾട്ട് LED പുറത്തേക്ക് കിട്ടും. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന സോണിയുടെ ഒരു പുതിയ 3 വേ സ്പീക്കർ, വലിയ ഓവൽ ടൈപ്പ് 3 വേ സ്പീക്കർ നമുക്ക് ഇന്നലെ വന്നിട്ടുണ്ട്. ഇന്നലെ അല്ല, മിനിഞ്ഞാന്ന് വന്ന. അപ്പോൾ അത് പുതിയ മോഡലാണ്, അടിപൊളി സാധനമാണ്. അതും കൂടെ ഈ പുള്ളി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സബ്വൂഫർ പുള്ളിക്ക് ഉണ്ടെന്ന് തോന്നുന്നു, JBL. അപ്പം ആ സ്പീക്കർ ഇതിലൊന്ന് കൊടുത്ത് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് ഇതെല്ലാം ഓരോരുത്തർക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പം വേണ്ടവർ എന്നാ ചെയ്യണമെന്നറിയോ, നമ്മൾ ഗൂഗിൾ പേ ഉള്ള നമ്പറാണിത്. ഞാൻ താഴെ നമ്പർ കൊടുത്തേക്കാം. ഇതിൽ ഗൂഗിൾ പേ ഉണ്ട്. ഈ ഗൂഗിൾ പേക്കകത്ത് നിങ്ങൾക്ക് ഏത് മോഡലാണ്, ഏത് രീതിയിലുള്ളതാണ്, നമ്മൾ വില പറയുന്നില്ലെന്ന് ആൾക്കാർ പറഞ്ഞു. വില പറയാൻ പല സൈസ് സാധനമുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനത്തിൻ്റെ വില പറയാം. ഏതെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ഇതിന് ഇത്ര രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവും. ഈ സാധനം തന്നെ ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്, ട്രിപ്ലിക്കേറ്റും ഉണ്ട്, ഫോർത്തിക്ലേറ്റും ഉണ്ട്. മനസ്സിലായില്ലേ? പല വിലയ്ക്ക് വിൽക്കുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് എന്നാ വിലയുടെ വേണ്ടേ? ഒറിജിനൽ വേണോ, ഇച്ചിരി സെക്കൻഡ് ക്വാളിറ്റി വേണോ, ഡ്യൂപ്ലിക്കേറ്റ് വേണോ? ഏത് വേണേലും തരാം. ഓരോന്നിനും ഓരോ വിലയാണ്. പറഞ്ഞു മനസ്സിലായി? അപ്പോൾ ഓരോ കസ്റ്റമറെ അനുസരിച്ച് അവർക്ക് ആവശ്യമുള്ള സാധനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വില പറയുന്നത്. ഒരേ വില പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും അതേ വിലയാവും. പിന്നെ ഇന്ന് ഞാൻ ഈ പറയുന്ന വീഡിയോ 10 കൊല്ലം കഴിഞ്ഞ് എടുക്കുമ്പോഴും ഇതേ വില ഈ സാധനം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കും. ഇത് യൂട്യൂബിലാണ് ഇടാൻ പോകുന്നത്, അല്ലാതെ നമ്മൾ കടയിൽ ഒരാളോട് വാക്കാ പറയുന്നതല്ല. അപ്പം നമ്മൾ അപ്ഡേറ്റ് വില അറിയേണ്ടവർ ഈ ഫോൺ നമ്പറിൽ വിളിക്കുക. അപ്പോൾ ഇന്നത്തെ വില പറയാം. നാളെ ചിലപ്പോൾ വില കുറയാം, വില കൂടാം. അത് നിങ്ങൾക്കറിയാമല്ലോ, എന്ത് സാധനത്തിനും അങ്ങനെയാണ്. ഇന്നത്തെ നമ്മുടെ കുഞ്ഞൻ ആംപ്ലിഫയറിൻ്റെ വില ഇന്ന് വിളിച്ച് ചോദിക്കുന്നവർക്ക് പറയാം. പിന്നെ വിളിച്ചാൽ എടുക്കുന്നില്ല എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഇപ്പം എന്നോട് പറഞ്ഞു. ഞാൻ കമൻറ്റ് കണ്ടു, ഫോൺ വിളിച്ചാൽ എടുക്കുകയില്ല എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വിളിച്ചതേ സാർ എടുത്തല്ലോ, എനിക്ക് അതിശയമായിരിക്കുന്നു. അപ്പോൾ ഈ കമൻറ്റ് ഇടുന്നവന്മാരെല്ലാം നുണയാണോ ഇട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവർ നുണയല്ല ഇടുന്നത്, അവരുടെ അനുഭവം അതാണ്. അവർ ചിലപ്പോൾ രാത്രി 2 മണിക്കായിരിക്കും വിളിക്കുന്നത്. അപ്പം ചിലപ്പോൾ ഞാൻ വിളിച്ചാൽ എടുത്തെന്ന് വരികയാണ്. പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ചില പ്രാഥമിക കർമ്മങ്ങൾ രാവിലെ ഉണ്ട്. പല്ല് തേക്കുക, മുഖം കഴുകുക, ചായ കുടിക്കുക, കാപ്പി കുടിക്കുക, അങ്ങനെയുള്ള കുറേ പരിപാടികൾ. അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫോൺ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റിയില്ല. എനിക്ക് അന്നേരമെങ്കിലും നമുക്കൊരു സ്വസ്ഥത വേണം. ഞാൻ രാവിലെ 7 മണി തൊട്ട് ഫോൺ എടുക്കുന്നുണ്ട്. രാത്രി 1 മണി വരെയൊക്കെ ഞാൻ ഫോണിൽ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഒരു ഫോൺ കോൾ വരുന്ന സമയത്ത് അടുത്ത കോൾ വരും. അപ്പം ഈ ആദ്യത്തെ ആൾ കട്ടായി പോകും, രണ്ടാമത്തെ ആൾ കയറി വരും, 2 പേർക്കും ഫോൺ ഇല്ലെന്നായി പോകും. ചിലപ്പോൾ 2 പേര് കയറി നിൽക്കുമ്പോൾ മൂന്നാമതൊരാൾ ചിലപ്പോൾ കയറി വരും. അങ്ങനെ വരുന്ന സമയത്താണ് ഈ കിട്ടാ വരുന്നത്. എനിക്ക് സമയമുള്ളപ്പോൾ എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ എടുക്കും, അല്ലെങ്കിൽ ജിൻസി എടുക്കും. ഞങ്ങൾ 2 പേരിൽ ആരെങ്കിലും മാറി മാറി ഫോൺ എടുക്കുന്നുണ്ട്. ആ ആക്ഷേപം ആരിട്ടിട്ടുണ്ടെങ്കിലും അത് പിൻവലിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു സംഭവമില്ല. ഫോണാണ് ഇപ്പം ഞാൻ സോണിയുടെ ചെവി വെക്കുന്ന ഒരു സാധനം മേടിച്ചൊരു കൂട്ടയ്ക്ക, ഇങ്ങനെ ചെവി കയറ്റി വെക്കില്ല, നിങ്ങൾ പിള്ളേരെ കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ആ സാധനം വെച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. ചെവിക്കകത്ത് എന്തോ പഞ്ഞി തിരികെ വെച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനത് ഇവിടെ കളഞ്ഞു. വേണമെങ്കിൽ പകുതി വിലയ്ക്ക് ആർക്കെങ്കിലും തന്നേക്കാം, ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ.
ഞാൻ കാണിക്കാൻ നുണ പറഞ്ഞൊന്നുമല്ല, നമുക്കതങ്ങ് പറ്റുന്നില്ല. ഇതാണ്ട് ഇരിക്കുന്നു സോണിയുടെ ഇത്. സോണിയുടെ ഇതാർക്കെങ്കിലും വേണമെങ്കിൽ സഹായ വിലയ്ക്ക് തരുന്നതായിരിക്കും. കാരണം ഞാൻ മേടിച്ചിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം പോലും ഞാൻ ഉപയോഗിച്ചില്ല. എനിക്കിത് ചെവി വെച്ചുകൊണ്ട് നടക്കാൻ ഭയങ്കര പാടാണ്. കാരണം ജോലിക്കിടയിലൊക്കെ ഇതൊരു അസ്വസ്ഥതയായിട്ട് എനിക്ക് തോന്നി. ഓക്കെ, അപ്പം ഇത് വേണ്ടവർക്ക് അയച്ചു തരാം. പിന്നെ ഇത് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. ആദ്യം നമ്മൾ ഇതിൻ്റെ സ്പീക്കർ എടുക്കാം. നമുക്ക് സോണിയുടെ സ്പീക്കർ എടുക്കാം. അപ്പോൾ സോണിയുടെ സ്പീക്കർ ഇഞ്ഞെടുത്തും ഇതെല്ലാം ഒന്ന് ഒതുക്കി വെച്ചാൽ നമുക്ക് അതിനെ പുറത്തെടുക്കാൻ പറ്റുള്ളൂ. സോണി എക്സ്പ്ലോഡ്, ഇതിൻ്റെ മോഡൽ നമ്പർ SXFB 693E എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പം ഈ സാധനം നമ്മൾ ഒന്ന് പൊട്ടിക്കാൻ പോവാണ്. ഇത് നമുക്ക് ഇതാണ് ഇതിൻ്റെ 420 വാട്ട്സ് പീക്ക് പവറുണ്ട്, 60 വാട്ട്സ് CA/RMS ഉണ്ട്. അത് ഏറ്റവും കറക്റ്റായിട്ടുള്ള RMS ആണ്. സോണി അത് അത്രയും കറക്റ്റായിട്ട് എഴുതുന്നുണ്ട്. ഇതാണ്ട് അതിൻ്റെ സോണിയുടെ സീലൊക്കെ ഉണ്ട് ഈ ഒറിജിനൽ. ഇത് കണ്ടോ സോണിയുടെ. ഇത് ഞാൻ അങ്ങ് പൊട്ടിക്കുകയാണ്. പൊട്ടിച്ചെന്ന് പറഞ്ഞാൽ ഒരു തെളിവ് സഹിതം പൊട്ടിക്കുകയാണ്. ഇതുണ്ട് കത്തി വെച്ച് ഇങ്ങനെ കണ്ടിച്ചു വിടുകയാണ്. നമുക്കത് ചെക്ക് ചെയ്ത് നമുക്ക് അയക്കാനൊന്നും പറ്റിയല്ല. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ പൊട്ടിക്കുന്നതാണ്. പൊട്ടിച്ചു, ഇതെടുത്തു എൻ്റെ കൈയെല്ലാം കൊണ്ട് കയറുന്നു. ഇതിൻ്റെ വയറ് ക്ലിപ്പും ഒക്കെ ഉണ്ട്, അതൊന്നും ഞാൻ എടുക്കുന്നില്ല, അതൊക്കെ അങ്ങനെ ഇരുന്നോട്ടെ. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സോണി ഇന്ത്യ വാറണ്ടി കാർഡുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ സോണിയുടെ ഒറിജിനൽ സാധനമാണ്. ഇങ്ങനെ സോണി ഇന്ത്യയുടെ വാറണ്ടി കാർഡ് കിട്ടും. ഇതിൽ ഡേറ്റും കാണും. ഇതിൽ ഡിസംബർ 2026 വരെ ഡേറ്റ് ഉണ്ട്. ഇപ്പോൾ ഇതാണല്ലോ, നവംബർ ആണല്ലോ. അപ്പോൾ അടുത്ത ഡിസംബർ 2026 ഡേറ്റ് ഉണ്ട്. പക്ഷേ ഇത് മാത്രം പോരാ, നിങ്ങൾ ഒറിജിനൽ GST ബില്ലും കൂടെ വാങ്ങി വെക്കണം. എൻ്റെ അടുത്ത് നിന്ന് മേടിക്കുകയാണെങ്കിൽ ഞാൻ ബില്ലടിച്ചത് നിങ്ങൾക്ക് തരുള്ളൂ. അല്ലാതെ ഉള്ള എവിടുന്ന് മേടിച്ചാലും ഈ വാറണ്ടി പേപ്പറും ഒറിജിനൽ GST ബില്ലും കൂടെ ഉണ്ടെങ്കിൽ 1 വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി തരും സോണി. അത് ഇന്നടത്ത് കൊണ്ടുവരണമെന്നൊന്നുമില്ല, തന്നവരുടെ അടുത്ത് കൊണ്ടുവരില്ല. സോണിയുടെ ഓൾ ഇന്ത്യയിലുള്ള സർവീസ് സെൻറ്ററുകളിലെല്ലാം നിങ്ങൾക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കിട്ടും. നമ്മുടെ പുതിയ ടോൾ ഫ്രീ നമ്പറുണ്ട്, ടോൾ ഫ്രീ ഉണ്ട് ഇവിടെ. അപ്പോൾ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ നമുക്ക് സർവീസ് സെൻറ്ററുകൾ എവിടെയാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഈ സാധനം. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഡക്ഷൻ ഓഫ് ദി യൂസ് ഓഫ് അപ്പോൾ ഇത് നമ്മൾ സ്പീക്കർ പിന്നെ പുറത്തേക്ക് എടുക്കുകയാണ്. ചില കനമൊക്കെ ഉള്ളതാണ്, നല്ല ഹെയ്റ്റാണ്. വെയിറ്റ് ചിലപ്പോൾ സൈഡിൽ കാണും. നോക്കട്ടെ എത്ര ഉണ്ട് ഇതിൻ്റെ വെയിറ്റ് എത്ര ഉണ്ടോ, എവിടെ എഴുതിയിട്ടുണ്ടോ നോക്കട്ടെ. സബ്വൂഫറിന് നമുക്ക് 7 കിലോ വെയിറ്റ് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതിനങ്ങനെ വെയിറ്റ് എഴുതിയിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കുകയാണ്. ഞാൻ വെയിറ്റ് വല്ല കുഞ്ഞാക്കി വല്ല എഴുതിയിട്ടുണ്ടോ നോക്കട്ടെ. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇതാണ്. മോഡൽ നമ്പർ SXFB 693E, 420 വാട്ട്സ്, സെപ്റ്റംബർ 2025 ഉണ്ടാക്കിയതാണ്. ഇതിപ്പോൾ ഒക്ടോബർ കഴിഞ്ഞു. കൺട്രി ഓഫ് മാനുഫാക്ചർ മെയ്ഡ് ഇൻ വിയറ്റ്നാം ബൈ സോണി കോർപ്പറേഷൻ, ടോക്കിയോ, ജപ്പാൻ. പിന്നെ ഇമ്പോർട്ടർ ആണ് സോണി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്ത് തരുന്നു. സോണി കോർപ്പറേഷൻ വിയറ്റ്നാം ആണ് നമുക്ക് ഈ സാധനം മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. നമുക്ക് വാറണ്ടി കാര്യങ്ങളെല്ലാം തരുന്നത് സോണി ഇന്ത്യ ആണ്. സോണിയുടെ ഡൽഹിയിലുള്ള നമ്മുടെ ഹെഡ് ഓഫീസ്, അതിൻ്റെ അഡ്രസ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ടോൾ ഫ്രീ നമ്പരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്പീക്കർ ഇതിൽ നമ്മൾ പുറത്തെടുക്കുകയാണ്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്, കണ്ടല്ലോ. എടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കുന്നു. ഓക്കെ, അവനെ ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങോട്ടാണ്, ഒരു സൈഡ് അങ്ങോട്ട് കവറിൽ തന്നെ വെച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം. സ്പീക്കറിനെ എടുക്കാം, ഇതങ്ങോട്ട് വെച്ചുതരാം, അപ്പുറോട്ട് വെച്ചുതരാം. ഇതും കൂടെ അങ്ങോട്ട് വെച്ചുതരാം. ഹലോ പറഞ്ഞോ. ഹലോ സാറേ പറഞ്ഞോ. ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചു, കാരണം പിന്നെ തന്നെ പിടിപ്പിക്കണം. അതിൻ്റെ കൂടെ പിന്നുണ്ട്, ആ പിന്നെ തന്നെ കുത്തണം. ലൂസ് വരാൻ പാടില്ല. നല്ല ആംബിയർ കറണ്ട് വരുമ്പോൾ ലൂസ് വരാൻ പാടില്ല. അതുകൊണ്ട് അത് പിടിപ്പിക്കണം.
അപ്പോൾ അത് ഫസ്റ്റ് സ്പീക്കർ വെച്ചു. പിന്നെ സെക്കൻഡ് അടുത്ത സ്പീക്കർ എടുത്തു. അതും അതുപോലെ തന്നെ പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ നമ്മൾ സ്പീക്കർ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഏത് സ്പീക്കറിനാണെങ്കിലും 99.99% സ്പീക്കർക്കും ഇനി ഗതികേടിന് ഒരു സ്പീക്കറിന് മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് തെറ്റാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കമൻറ്റ് ഇടാനല്ലേ. അതുകൊണ്ട് ഞാൻ 99.9999.9 ഉള്ള സ്പീക്കറിന് ഇങ്ങനെ സ്പീക്കർ നമ്മൾ വെക്കുമ്പോൾ ഇങ്ങനെ സ്പീക്കർ നമുക്ക് നേരെ വെക്കുമ്പോൾ ഇത് നമ്മുടെ വലത് കൈയും ഇത് നമ്മുടെ ഇടത് കൈയും അറിയാലോ. സൂര്യന് നേരെ നിൽക്കുന്ന ഒരാളുടെ മുൻവശം കിഴക്കും പുറകുവശം പടിഞ്ഞാറും. ബാക്കി നിങ്ങൾ പറ. അല്ല, ഉദിച്ചു വരുന്ന സൂര്യന്. ഉദിച്ച സൂര്യന് നേരെ എന്ന് പറഞ്ഞാൽ ഉദിച്ചു വരുന്ന സൂര്യൻ ശരി, അസ്തമിക്കുന്ന അസ്തമിക്കുന്ന സൂര്യൻ. സൂര്യനാകാം. അപ്പോൾ നീ കുറച്ചുകൂടെ അഡ്വാൻസ് ആയി. ഓക്കെ നീ ഗോൾ അടിച്ചു. അപ്പോൾ ഒന്ന് പോസ്റ്റ് ചെയ്ത് ഞാൻ ഫോൺ എടുക്കട്ടെ. ഗോൾ അടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ശരി, ഓക്കെ. നിൻ്റെ ബുദ്ധി അപ്പം നിനക്ക് കുറച്ചും കൂടെ നല്ല സാറായിരുന്നു നിൻ്റെ ഉദിയ സൂര്യൻ. ഞാൻ സൂര്യൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും ഉദിച്ചു വരുന്ന സൂര്യനെ കുറിച്ച് ആലോചിക്കുന്നത്, അല്ലാതെ ഈ അസ്തമിക്കുന്ന സൂര്യനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല. നമുക്ക് എപ്പോഴും മുമ്പോട്ടാണല്ലോ ചിന്ത, പുറകോട്ട് ചിന്തയില്ല. അപ്പോൾ നീ ഉദിച്ചു വരുന്ന സൂര്യൻ. അപ്പോൾ ഞാനിതിവിടെ വെച്ചേ, കാരണം ഇതൊരു റബ്ബർ പോർഷനാണ്. അവിടെ വെക്കുവാണെങ്കിൽ ഇതൊരിച്ച് വൈബ്രേറ്റ് ചെയ്താലും ഒന്നും പറ്റിയല്ല. 2 റബ്ബറെ വെച്ചു. അപ്പം ഇതിന് സബ്ബൂഫർ അല്ല ഊഫർ, മിഡ് റേഞ്ച്, ട്യൂട്ടർ, അങ്ങനെ 3 വേ ആണേ. അപ്പം നമ്മുടെ കസ്റ്റമറുടെ തന്നെ സാധനം ഞാൻ ചെക്ക് ചെയ്യാൻ പോവാം. 12 വോൾട്ട് പുറത്തേക്ക് ഇട്ട കസ്റ്റമറുടെ സെറ്റ് തന്നെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം കൊടുക്കാൻ പോകുന്ന ലെഫ്റ്റ് സൈഡ് സ്പീക്കർ. ഈ ലെഫ്റ്റ് സൈഡ് സ്പീക്കറിൻ്റെ വയറാണ് എൻ്റെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് സ്പീക്കർ എടുക്കുന്നു. അതിൻ്റെ കറുപ്പ് കൊണ്ട് നെഗറ്റീവ് കൊടുക്കുന്നു. ഇതാണ്ട് ഇവിടെ കറക്റ്റ് കൊടുക്കാവേ, നോക്കിക്കോളൂ നിങ്ങൾ. ഞാനിത് അയച്ചു തന്നാൽ ഇങ്ങനെ കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ കൊണ്ടുവന്ന് ക്ലോസ് ആയിട്ട് കാണിച്ചത് കണക്ട് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ വെച്ചിട്ട് ഈ വയർ ഇത്ര ഇൻസുലേഷൻ കളയണമെന്നില്ല. ഞാനിത് സൗകര്യത്തിന് വേണ്ടി ഇച്ചിരി കളഞ്ഞാൽ നിങ്ങൾ ഇതിനകത്ത് കയറുന്ന ഇൻസുലേഷൻ കളഞ്ഞാൽ മതി. എന്തുണ്ട്, ഇങ്ങനെ പൊക്കിയിട്ട് ഇതിൻ്റെ അടിയിലോട്ട് ഈ വയർ കയറ്റി വെച്ചിട്ട് ചുമ്മാ മുറിക്കാൻ മതി. വളരെ സിമ്പിളാണ്, ഒരിടത്തോട്ടും പോരിയല്ല. മനസ്സിലായില്ലേ? പിന്നെ അടുത്തത് ഇപ്പോൾ റൈറ്റ് സൈഡിൽ എൻ്റെ ഇരിക്കുന്ന സ്പീക്കർ. അതിൻ്റെ നെഗറ്റീവ് കറുത്ത വരെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ നെഗറ്റീവ് നമ്മൾ ഇവിടെ വെക്കുക. നെഗറ്റീവ് പോസിറ്റീവ് തിരിഞ്ഞാൽ വേറെ ഒന്നും സംഭവിക്കുമൊന്നുമില്ല. പക്ഷെ നമ്മൾ ആ പഞ്ച് വരുമ്പോൾ പുറത്തേക്ക് വരാതെ അകത്തേക്ക് സ്പീക്കർ വലിയുന്ന ഒരു ഫീലിംഗ് വരും. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു എന്താ പറയുന്നത്, നമ്മൾ അകത്തോട്ട് കാറ്റെടുത്ത് വർത്താനം പറയുന്ന ഒരു ഫീല് വരും. അപ്പോൾ ഒന്നും കൂടെ പോസ് ചെയ്ത് അടുത്ത ഫോൺ എടുക്കട്ടെ. അപ്പോൾ നോക്കിയിട്ട് മോഡൽ നമ്പർ എടുത്തിട്ട് വിളിച്ചാൽ മതി. പറഞ്ഞോ. ഹലോ സാർ. തരാം, ഇത് നോക്കാം. അപ്പോൾ 42 മോഡൽ നമ്പർ പറഞ്ഞേ. 42 KDN. ഇതിന് 42 ഇഞ്ച്. അതിന് എന്നാ കംപ്ലൈൻറ്റ് എന്നാ? ഓക്കെ, നമുക്ക് മാറാൻ കൊണ്ടുവന്നാൽ മതി കേട്ടോ. 42 ഉണ്ട്. ഓക്കെ, ശരി. അപ്പോൾ അത് നോക്കാം, ഇന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇത് റൈറ്റ് സ്പീക്കർ ഇവിടെ തന്നെ നെഗറ്റീവും പോസിറ്റീവും കാണിച്ചിട്ടുണ്ട്. ഇത് ലെഫ്റ്റ് സ്പീക്കർ ഇവിടെ തന്നെ നെഗറ്റീവും പോസിറ്റീവും കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സബ്ബൂഫറാണ്. ഇപ്പം നിലവിൽ നമ്മൾ സബ്ബൂഫർ കൊടുക്കുന്നില്ല, കാരണം സബ്ബൂഫർ കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടില്ല. പുള്ളിക്ക് സബ്ബൂഫറുണ്ട്. അപ്പോൾ സബ്ബൂഫറിന് ഇവിടെ 2 വോളിയം കൺട്രോളുണ്ട്, ഫ്രീക്വൻസി കൺട്രോളുണ്ട്. അത് രണ്ടും നമ്മൾ ഓഫ് ചെയ്യുവാണ്. സബ്ബൂഫറിൻ്റെ വോളിയം നമ്മൾ ഓഫ് ചെയ്തു. പിന്നെ നമ്മളിനി സ്പീക്കറിൻ്റെ ഇതേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ 2 സ്പീക്കർ നമ്മൾ കൊടുത്തു. നമ്മളത് പ്ലഗ് ചെയ്യുവാണ്. പ്ലഗ് ചെയ്തിട്ട് പിന്നെ ഇവിടെ നമുക്ക് ഓൺ ഓഫ് സ്വിച്ചും ഉണ്ട്. ഇവിടെ ഓൺ ചെയ്തു. അപ്പോൾ ഇത് ബ്ലൂടൂത്തിൽ ഇത് വന്നിട്ടുണ്ട്. നമുക്ക് ബ്ലൂടൂത്ത് നമ്മുടെ ഫോണുമായിട്ടൊന്ന് പെയർ ചെയ്യാം.
ബ്ലൂടൂത്ത് നമ്മൾ ഓൺ ചെയ്തു. അപ്പോൾ വീണ്ടും ഫോൺ വന്നു. ഒന്ന് പോസ് ചെയ്ത് അടുത്ത ഫോൺ എടുക്കട്ടെ. ഹലോ, അത് 100 എന്നാത്തിൽ കൊടുക്കാനാ? വീട്ടിൽ കൊടുക്കാനാണോ വീട്ടിൽ കൊടുക്കാനാണോ? വീട്ടിലേക്കുള്ള നമുക്ക് പഴയ ഹോം തിയേറ്ററിൻ്റെ സ്പീക്കർ ഉണ്ടല്ലോ, അതെടുത്ത് ഇതേ കണക്ട് ചെയ്താൽ മതി. പറയുമ്പോൾ PMBA പറയുമ്പോൾ 1000, 500, 500. ഓക്കെ. അപ്പോൾ ഇതാണ് കുഴപ്പം. എല്ലാവരോടും എനിക്ക് അതുകൊണ്ട് പറയാൻ പറ്റിയില്ല, പിണക്കം തോന്നല്ല. കാരണം ഞാനിത് യൂട്യൂബിൽ ആയിരക്കണക്കിന് ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുമ്പോൾ ഇതിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നത് നിങ്ങൾ യൂട്യൂബിൽ കയറി കാണുക. ഞാൻ വളരെ വിശദമായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറയാറുമുണ്ട്. അല്ലാതെ ഞാനൊന്നും ഒളിച്ചു വെച്ചോ മറിച്ചു വെച്ചോ ഒന്നും പറയാറില്ല. ഉള്ള കാര്യം, സത്യസന്ധമായിട്ടുള്ള കാര്യം പറയാറുണ്ട്. ഇത് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ഒരു ബോധവും വിവരവും എനിക്ക് പണ്ട് തൊട്ടുണ്ട്. ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും എനിക്ക് തിരിച്ചറിയാം. അത് ഇത്രയും വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസാണ്. അപ്പം ഞാൻ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ കൂടെ നിൽക്കാറില്ല. ഞാൻ ഇന്ന് ഒറിജിനലിൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല സാധനം തരാൻ പറ്റും. അപ്പോൾ അതെ, എൻ്റെ ചാനലെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ചാനലിൻ്റെ പേര് ടെക് ട്രാവൽ ബൈ സോണി ജിൻസി എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. സോണി ജിൻസി എന്ന് അടിച്ചാലും ചാനൽ വരും. ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അതിനകത്ത് കയറിയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അറ്റവും മുറിയും മൂലയും കണ്ടിട്ട് എന്നെ വിളിച്ച് സംശയം ചോദിക്കണ്ട. മനസ്സിലാകുന്നുണ്ടോ? ഈ അറ്റവും മുറിയും കാണുന്നവരെ എന്നെ വിളിക്കാൻ വേണ്ട. എനിക്ക് അവരോട് സംസാരിക്കാനോ സംശയം പറയാനോ എനിക്ക് നേരവുമില്ല. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബിനകത്ത് വീഡിയോ പിടിച്ച് കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ആ സാധനം നിങ്ങൾ നോക്കാതെ ഓരോന്നും അതെത്രയാ ഇതെത്രയാ മറ്റേതെത്രയാന്ന് പറഞ്ഞ് ഇതുപോലെ ഫോൺ വിളിച്ചാൽ ഇനി ഞാൻ മറുപടി പറയത്തില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ പറയുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടെക് ട്രാവൽ ബൈ സോണി ജിൻസി ഞാൻ അടിയിൽ എഴുതിയേക്കാം. അത് നിങ്ങൾ നോക്കിയിട്ട് അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കിട്ടും. എനിക്ക് വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. വേണേൽ ചെയ്താൽ മതി. അല്ലാതെ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇതെന്നാ മറ്റേ എന്നാന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ ഈ AS21 മുഴുവൻ കണക്ഷൻ കൊടുക്കുന്ന മുഴുവൻ കാര്യം സ്പീക്കർ മൊത്തം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നു. അതുപോലെ 2200 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. 1ഉം 2ഉം അല്ല, 2200 വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. അത് നിങ്ങൾ കയറി കണ്ട് മനസ്സിലാക്കുക. അല്ലാതെ എപ്പോഴും ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ലാത്ത ആവശ്യമുള്ളവൻ ഫോൺ വിളിക്കുമ്പോൾ കിട്ടാതിരുന്നു. അതാണ് കാര്യം. ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ലെന്ന് പരാതി വന്നത് അതുകൊണ്ടാണ്. കാരണം ആവശ്യമുള്ളവന്, അതായത് ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്കൊരു സംശയം ഉണ്ടായാൽ നിങ്ങൾ വിളിക്കുക. വില അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുക. അല്ലാതെ അതിൻ്റെ വാട്സ് എത്ര, ഇതിൻ്റെ വാട്സ് എത്രയാണ്, വയറെവിടെയാണ് കൊടുക്കുന്നതെന്നൊക്കെ ഇതിനകത്തുണ്ട്. ഞാൻ അയച്ചു തരുന്ന സാധനം നിങ്ങളുടെ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ കോളിൽ വന്നേരെ ഞാനത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ ഇത് അടുത്ത ഫോൺ വന്നു. ഒരു പണി ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഫോൺ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. നീ ഒന്ന് പോസ്റ്റ് ചെയ്തേ, ഇതെല്ലാം നാട്ടുകാർ കേൾക്കണ്ട. ഇപ്പോൾ വിളിച്ച ആൾ നല്ല ഡീസൻ്റ് ആൾ. എനിക്ക് TB21 ഒരെണ്ണം വേണം. എന്നാ വില നമ്മൾ പറയുന്നു. ആ പൈസ ഗൂഗിൾ പേ ഇട്ടാക്കാൻ പറയുന്നു. ഓക്കെ എന്ന് പറയുന്നു. നിമിഷ നേരം കൊണ്ട് പരിപാടി കഴിഞ്ഞു. അങ്ങനെ വേണം വിളിക്കാൻ. കാരണം പുള്ളി അതിനകത്ത് ഈ സാധനം എന്നാന്ന് മനസ്സിലാക്കി, TB21 എന്നാന്ന് മനസ്സിലാക്കിയിട്ടാണ് വിളിക്കുന്നത്. അതെനിക്ക് ഒരെണ്ണം വേണം എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് വേണം എന്ന് നിങ്ങൾ പറയുക, എമൗണ്ട് ഇടുക, സാധനം അയച്ചു തരും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഫോണും ബെല്ല് കാരണം എൻ്റെ ബ്ലൂടൂത്ത് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഞാനേ പച്ചയ്ക്ക് പറയുന്ന ആളാണ്. നമുക്ക് ഈ മറവും തിരിവൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടുള്ള കാര്യം അങ്ങനെ അങ്ങ് പറയുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കൊരു വിഷമം തോന്നിയേക്കല്ലേ. കാരണം എപ്പോഴും നമ്മളിങ്ങനെ ആയിരിക്കും. ZK AS21 എന്നാണ് ഇവിടെ വന്നു. ഞാനത് കണക്ട് ചെയ്തു, സെർച്ച് ചെയ്ത് കണക്ഷനായി. ഇനി നമുക്കൊരു പാട്ടെന്തെങ്കിലും ഇടാം.
ഫോൺ വന്നു, പാട്ട് വരെ നിന്നു, ഫോൺ വന്നു, പാട്ട് നിന്നു. അപ്പോൾ നമുക്ക് ഫോണിലേക്ക് പോവാം. ഒന്ന് പോസ്റ്റ് ചെയ്തു. ഹലോ, ആ പറഞ്ഞോ. വേണ്ട കൊടുത്തിട്ട് ഡാൻസ് കളിക്കുക. ഇതിന് സബ്വൂഫർ ഒന്നും വേണ്ട ലെൻസ്, ഇത് മാത്രം മതിയല്ലോ. അടിപൊളി സാധനമാണല്ലോ. ഒരു സബ്വൂഫറോട് കൊടുക്കുക കഴിഞ്ഞെടുത്ത്. എന്തിനാ ഈ 25,000 രൂപയും 50,000 രൂപയൊക്കെ കൊടുത്ത് ഹോം തിയേറ്റർ മേടിക്കുന്നു? ഈ 2 സ്പീക്കറും ഒരു സബ്വൂഫറും കൂടെ സെറ്റ്. അപ്പോൾ നമ്മൾ സബ്വൂഫർ ഇവിടെയാണ് കൊടുക്കാൻ പോകുന്നത്. ഇതൊക്കെ നിങ്ങളെ ഒറിജിനൽ സൗണ്ട് കേൾപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോപ്പിറൈറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഞാനൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഇത് റീമിക്സ് സോങ് ആണിത് ഇട്ടിരിക്കുന്നത്. എന്നാലും ചിലപ്പോൾ ഏതിട്ടാലും ചിലപ്പം ഇതുണ്ട്. സബ്വൂഫർ എസ് എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ. എസ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. നെഗറ്റീവിലും പോസിറ്റീവ് ആ, നെഗറ്റീവിലും പോസിറ്റീവിലും കൊടുക്കണം. അത് പോസിറ്റീവ് നെഗറ്റീവ് കൊടുത്തു. ഇപ്പോൾ ഞാൻ സബ്വൂഫറും കൂടെ കൊടുത്തു. സത്യത്തിൽ ഈ സ്പീക്കർ മാത്രം മതി അല്ലേ, എന്നാ ബാസ് അതിന്. അപ്പോൾ ഇനി ഇതും കൂടെ കൊടുക്കുവാണേ. അപ്പോൾ ഞാനിനി ആ പാട്ട് തന്നെ നമുക്കൊന്നുകൂടി ഇടാം. ഒരു കാര്യം പറയാം, അതെ ആ പഴയ സിസ്റ്റം ഒന്നിന് നന്നാക്കണ്ട. ആ STK ആണ് ലോകത്തിലെ ഏറ്റവും വലിയ സൗണ്ട് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന എനിക്ക് വരെ തെറ്റി. അതൊന്നും ഇനി നന്നാക്കണ്ട. ട്രാൻസിസ്റ്ററും ഇനി വേണ്ട. ഇതിനി D ക്ലാസിൻ്റെ ലോകമാണ്. D ക്ലാസ് ആംപ്ലിഫയറിൻ്റെ ലോകമാണ് ഇനിയുള്ളത്. പഴയതെല്ലാം തൂത്തുമായി ചെയ്യണം. കാളവണ്ടി ഇനി ആരെങ്കിലും മേടിക്കുമോ? കാളവണ്ടി ആരെങ്കിലും മേടിക്കുമോ? മേടിക്കല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് D ക്ലാസിൻ്റെ കാലമാണ്. പഴയ ഓഡിയോയിലൊന്ന് കേൾക്കണം, അതാണ് അതിൻ്റെ സുഖമെന്ന് പറയുന്ന ആ എൻ്റെ വർത്താനം ഞാൻ മാറ്റി. ഇത് എന്നാ ഒരു ലെവലാണ്. ഇത് സോണിയുടെ ഈ സബ്വൂഫറുണ്ട് 1800 വാട്ട്സ്. ഈ ഒരു സബ്വൂഫറും ഈ 2 സ്പീക്കറും ഈ ഒരു AS21 എന്ന് പറഞ്ഞ ആംപ്ലിഫയറും കൂടെ ഉണ്ടല്ലോ, നിങ്ങളുടെ വീട്ടിൽ 1,00,000 രൂപയുടെ ഹോം തിയേറ്ററിനേക്കാളും പെർഫോമൻസ് കിട്ടും. 1,00,000 രൂപയുടെ ഹോം തിയേറ്ററിനേക്കാളും പഴയ AVR വെച്ചുള്ള ഹോം തിയേറ്ററിനേക്കാളും അത് ഭയങ്കര ക്വാളിറ്റിയാന്നൊക്കെ പറയും. ശരിയാ, പക്ഷേ ഇതൊരു ലെവല് വേറെയാ മക്കളെ. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി റേഞ്ച് ഹൈ ടു ലോ ആണ്. ഭയങ്കര ഫ്രീക്വൻസിയാണ്, ഇങ്ങനെ ചുറ്റും ഫ്രീക്വൻസിയാണ്. അത് കേട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ എൻ്റെ കടയിലോട്ട് വാ, ഞാനിത് വെച്ച് കേൾപ്പിക്കാം. വെച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. മനസ്സിലാകുന്നുണ്ടോ? അത്ര നല്ലൊരു സാധനമാണിത്. ഇതിൻ്റെ ഒറിജിനൽ മേടിക്കണം, അതും കൂടെ ശ്രദ്ധിച്ചോണം. ഒറിജിനൽ വേണം. ഒറിജിനലിന് എങ്ങനെയാണ് അറിയുന്നത്? പൈസ കൂടും. പിന്നെ ഞാൻ ഈ കണക്ഷൻ കൊടുത്ത പോലെ തന്നെ നിങ്ങൾ കണക്ഷൻ കൊടുക്കണം. ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഫിനോലെക്സിൻ്റെ 0.75 mm ഉള്ള സ്പീക്കർ വയറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ആനെ മേടിക്കാമെങ്കിൽ തോട്ടിയും കൂടെ മേടിക്കണം. ഈ ലാഭം നോക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ബെല്ലടിക്കട്ടെ, അല്ലെ ഇത് തീരിയല്ല, ഈ പരിപാടി തീരിയല്ല, രാവിലെ തുടങ്ങിയ. അപ്പം ഈ ആന മേടിക്കുന്ന തോട്ടി കറക്റ്റ് സ്പീക്കർ വയർ കൊടുക്കണം. ഇതിലോട്ട് കൊടുക്കുന്നത് 2 mm DC കൊടുക്കുന്നത് 2 mm ഉള്ള വലിയ വയർ DC വയർ വെച്ച് കൊടുക്കണം. V-ഗാർഡിൻ്റെ ഒക്കെ നല്ല വയറുകളുണ്ട്, അത് മേടിച്ച് കൊടുക്കുക. സ്പീക്കർ വയർ കൊടുക്കുക. നല്ല സ്പീക്കറുകൾ യൂസ് ചെയ്യുക. ഏതെങ്കിലും ലോക്കൽ സ്പീക്കർ പോയിട്ട് ഞാൻ ഇത്ര നല്ല ആംപ്ലിഫയർ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ട്
എന്നാൽ ഈ സ്പീക്കർ കുഞ്ഞായിക്കോട്ടെ, അതിന് ഇച്ചിരി റേറ്റ് കുറഞ്ഞ് ഇരുന്നോട്ടെ, അല്ല അങ്ങോട്ട് കൊടുക്കുന്ന വയർ ഇച്ചിരി കുറഞ്ഞ് തരുന്നോട്ടെന്ന് വിചാരിച്ച് കൊടുത്താൽ ഇത് വെറുതെ ആവും, നല്ല ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. അപ്പം എന്തെങ്കിലും സംശയമുള്ളവർ എൻ്റെ ചാനൽ കാണുക. ഞാൻ ഇട്ടിട്ടുണ്ട് ഗേജുള്ള സ്പീക്കർ വയർ യൂസ് ചെയ്യണം, ഗേജുള്ള സപ്ലൈ യൂസ് ചെയ്യണം, ഇതാണ്ട് 3 പ്ലഗ് എർത്തുള്ള വയർ സപ്ലൈക്ക് കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് യൂസ് ചെയ്താൽ ഇത് ശരി. അതുപോലെ ഏതെങ്കിലും ഒരു പവർ സപ്ലൈ എടുത്ത് വെച്ചാൽ പാട്ട് പാടുമെന്ന് നിങ്ങൾ വിചാരിക്കില്ല. ഇതിനൊരു ആംബിയർ ഉണ്ട്, ഇതിനൊരു വോൾട്ടേജ് ഉണ്ട്, അത് കറക്റ്റ് ആയിരിക്കണം. പിന്നെ വണ്ടിയിൽ ഇരിക്കുന്ന സ്പീക്കറുകൾ ആണെങ്കിലും 4 ohms 3 to 8 ohms നിങ്ങൾക്ക് ഓംസ് കറക്റ്റ് ചെയ്യാം. ഈ 3 to 8 ohms വെക്കുന്ന ഏത് സ്പീക്കറും നമുക്ക് വെക്കാം. ഇനി 4 ohms 2 ആണെങ്കിൽ അതിനെ എങ്ങനെ 8 ohms ആക്കാം, അല്ലെ 2 8 ohms ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ 4 ohms ആക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ബെല്ലടിച്ചുകൊണ്ടിരിക്കട്ടെ. ഇത് ഒരു മിനിറ്റ് അത് ഒന്ന് നോക്കിയേക്കാം. അത് നിന്നു. ഓക്കെ, എടുത്തു. അപ്പോൾ ഞാനിതെല്ലാം കൃത്യമായിട്ട് പറയുന്നു. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് സൂക്ഷ്മം കേട്ടതിനും മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. എനിക്കിത് നിങ്ങളെ സംശയം ചോദിക്കുന്നത് കേൾക്കുമ്പോഴറിയാം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടാണോ വിളിക്കുന്നത്, അതോ അറ്റവും മുറിയും മൂലയും കണ്ടിട്ട് ചാടി കയറി വിളിക്കുന്നതാണോ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് കാണുക. നമ്മൾ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ആലോചിച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ സബ്സ്ക്രൈബറിന് വേണ്ടി ഈ സാധനം ഞാൻ അയക്കാൻ പോവാണ്. അതിന് മുമ്പ് ഇതൊന്നും നിങ്ങളെ വെച്ച് കേൾപ്പിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. വേണേൽ ഒന്നുകൂടെ കേൾപ്പിക്കാം. ഒരു പാട്ട് വിട്ടേടാം. No Cooking November is here. Get flat 50% off all month on Zomato. Want to find cheap hotel rates? Agoda. Download the Agoda app today. Attention audience. ആണ്ടെ ഫോൺ വന്നു. ഒരു ഓഡിയോ പോലെ കേൾപ്പിക്കാൻ സമ്മതിക്കരുത്. അടുത്ത ഫോൺ വന്നു. ഞാൻ ഈ ഫോണിനെ കട്ട് ചെയ്യുക. എന്നാണേലും കട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. Check. Loud sounds ahead. Please prepare yourself. Subkick test. Checking subkick response. Feel the thump. താഴെ പോലെ എങ്ങനെയുണ്ട് ബാസ്? അതല്ല, അത് കൊടുത്തിട്ടില്ല. ആ സ്പീക്കർ കൊടുത്തിട്ടില്ല. താഴത്തേത് അത് വൈബ്രേറ്റ് ചെയ്യുന്ന. ഇത് കേട്ടോ, ഇങ്ങോട്ട് നോക്ക്, ഇത് നോക്ക്. റോളിങ് കുറയ്ക്കും. Yogesh Shejulkar. Testing speakers. Left side only. Now, right side only. Both channels active. Stereo check complete. Bass sweep incoming. From low to high. Extreme pressure across the range. എന്താ പോരെ? എന്നാ സൗണ്ടാ കേട്ടോ വരുന്നത്. അടിപൊളി. അതേ കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവനാണ് കളി. ഫ്രീക്വൻസി ചെക്കിങ്ങാ. ചെവി തുളഞ്ഞ് കയറി പോകുന്നില്ലേ? അടിപൊളി. System locked. Main track starting now. Subwoofers ready. System ready. Performance unlocked. അതെ, 60 ഒരുപോലെയാന്ന് പറയും. 55 വയസ്സുള്ള ഞാനും ഈ പാട്ട് കേട്ടപ്പോൾ 6 വയസ്സുകാരനായി മാറി. അതോർത്ത് പിള്ളേർ കാണിക്കുന്ന പോലെ കിളവൻ കാണിച്ചതൊന്നും പറഞ്ഞു കളഞ്ഞേക്കല്ലേ.
അപ്പോൾ അതാണ് മ്യൂസിക്കിൻ്റെ പവർ, മ്യൂസിക്കിൻ്റെ ശക്തി. നമ്മളിതുണ്ടോ കൈയെല്ലാം ഇങ്ങനെ രോമമെല്ലാം എഴുതു വന്നു, കംപ്ലീറ്റ് പ്ലംബിങ് കൂടി, പ്രഷർ കൂടി, അത്ര അടിപൊളിയാണ്. നമ്മൾ ഈ വിദേശ രാജ്യത്തൊക്കെ ചില വാക്കിംഗ് സ്ട്രീറ്റിലൊക്കെ നിങ്ങൾക്ക് അറിയാലോ, തായ്ലൻഡിലും മലേഷ്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ആ സ്ട്രീറ്റിലേക്ക് ഇറങ്ങി ഇത് കൂട്ടി ഇടിക്കുന്ന പാട്ടുകളാണ്. നമ്മൾ എത്ര മൂഡ് ഓഫ് ആയിട്ട് അവിടെ ഇറങ്ങിയാലും നമുക്ക് മൂഡ് വരും ഈ പാട്ട് കേൾക്കുമ്പോൾ. ഓരോ കടയിലും ഇതുപോലെ JBLൻ്റെയും സോണിയുടെയും പൈനിയറിൻ്റെ ഒക്കെ ഊഫറുകൾ വെച്ച് ഇടിച്ച് തകർക്കുക. അപ്പം നമ്മുടെ വീട്ടിൽ നമുക്ക് അത്യാവശ്യം ഇതിനുള്ള അടിപൊളി പാട്ടുകൾ നമുക്ക് യൂട്യൂബിൽ കോടിക്കണക്കിന് പാട്ടാണ് കിടക്കുന്നത്. ഏത് പാട്ട് വേണേലും, ഏത് റേഞ്ച് പാട്ട് വേണേലും യൂട്യൂബിൽ കിടപ്പുണ്ട്. നമ്മൾ ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്ത് ചുമ്മാ എൻജോയ് ചെയ്യാം. അപ്പോൾ ഈ സാധനം വേണ്ടവർ ഉടനെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ. സാധനം നമ്മൾ പടപട നിർമ്മിച്ച് അയച്ചു തരാം. ഇച്ചിരി ഷോർട്ടേജ് ആയിട്ടുണ്ട്, എന്നാലും ഒറിജിനൽ തന്നെ നോക്കി ഞാൻ അയച്ചു തരാം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവരും ഒരു കാര്യം ചെയ്യണം, നമ്മുടെ ചാനൽ അർജൻറ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, അത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ കറക്റ്റ് വീഡിയോ കിട്ടത്തുള്ളൂ. അല്ലാതെ ഫോൺ നമ്പർ മാത്രം എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് അവിടെ കണ്ട് ഇവിടെ കണ്ടൊന്നും വിളിക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൽ കണ്ടവർ നോക്കിക്കോ. നമ്മുടെ ചാനൽ യൂട്യൂബിനകത്ത് ടെക് ട്രാവൽ ബൈ സോണി ജിൻസി എന്നാണ് നമ്മുടെ ചാനൽ. ടെക് ട്രാവൽ ബൈ സോണി ജിൻസി. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ചെയ്യുക, അതിനുശേഷം വീഡിയോ കാണുക, കണ്ടതിന് ശേഷം വിളിക്കുക, സാധനം മേടിക്കുക, വീട്ടിൽ കൊണ്ടുപോയി വെക്കുക, അടിച്ചു പൊളിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.